ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു സൺഡേ എങ്ങനെയാണ്, ആ ദിവസം എൻ്റെ വീട്ടിൽ എന്തെല്ലാം ആണ് വിശേഷങ്ങളെന്ന് നിങ്ങളെയും കൂടെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, നമുക്ക് മൺഡേ ടു സാറ്റർഡേ വരെ വർക്കിംഗ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ സൺഡേ മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു ലീവ് ഉണ്ടാവാറുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കും ആ സൺഡേ ലീവല്ലേ, നമുക്ക് വീട്ടിൽ ഒരു പണിയില്ല, ഫ്രീ ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയല്ല കേട്ടോ. ഞാൻ സൺഡേ ആണ് നമ്മളുടെ വീടൊന്ന് ക്ലീൻ ചെയ്യാൻ നിൽക്കുന്ന ടൈം. ഡെയിലി അടിക്കലും തുടക്കലും നമ്മൾ ഡെയിലി ചെയ്യാറുണ്ടെങ്കിലും സൺഡേ എനിക്കൊന്നും നമ്മൾ പറയില്ലേ അടുക്കി പെറുക്കൽ മാറാലല്ല അങ്ങനെയുള്ള ചെറിയ പണികളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സിറ്റ് ഔട്ട് ഏരിയയിൽ നിന്നാണ്. നമ്മൾ ഇരിക്കുന്ന ചെയറിനകത്ത് ചെറിയൊരു കടന്ന് കൂടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഡിസ്റ്റർബാണ്, മക്കളൊക്കെ അവിടെ ഇരിക്കുമ്പോൾ മക്കൾ കുത്തുന്ന മേടിച്ചിട്ട് ഞാനത് ആ കൂടൊന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ വീട് പഴയ വീടാണ് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പം അടുത്തൊന്ന് പെയിൻറ്റ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എങ്ങനെ അറിയാം, പെയിൻറ്റ് ഉണ്ടെങ്കിൽ ചെറിയ ചളിയൊക്കെ കണ്ടതിന് അപ്പം തുടച്ചെടുക്കുക അല്ലെങ്കിൽ അത് കഴുകി കളയുക ചെയ്യും കേട്ടോ. അപ്പോൾ ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പൊടിയുണ്ട് സിറ്റ് ഔട്ടിൽ, നമ്മുടെ ടൈൽസിൻ്റെ തരിപ്പിൽ അതുപോലെ ഇരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഒരുപാട് പൊടി കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സൺഡേ ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടൈം അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് കാറ്റത്തുള്ള പൊടിയല്ല കേട്ടോ, ഇത് അജിൽന നമ്മൾ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്ന് കയറി വന്ന് മുറ്റത്തുനിന്ന്, അപ്പോൾ അതിൻ്റെ ചെറിയൊരു ചെളിയാണ്. അപ്പം ഞാൻ അതിൻ്റെ തരിപ്പ് അതുപോലെ നമ്മളുടെ തൂണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ പൊടിയുള്ളൂ, എന്നാലും എനിക്കത് കാണുമ്പോൾ എന്തോ ഒരു മനസ്സിലേക്ക് എന്തോ ഒരു ഇടങ്ങാറാണ് കേട്ടോ. അപ്പോൾ തന്നെ ഞാനത് റിമൂവ് ചെയ്യും. അങ്ങനെ ഞാൻ സിറ്റൗട്ട് മുഴുവനായിട്ടൊന്ന് വെള്ളം വീഴ്ത്തി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് സോപ്പിൻ്റെ ലിക്വിഡും കൂടെ ഒഴിച്ചിട്ട് നമ്മളുടെ പട്ടച്ചൂല് വെച്ച് അടിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അങ്ങനെ സിറ്റ് ഔട്ട് നമ്മൾ ഏകദേശം വൃത്തിയാക്കി. അത് കഴിഞ്ഞ് ഞാൻ കിച്ചണിലുള്ള ജനലിൻ്റെ താഴെ നമ്മളുടെ പൂച്ച കയറും കേട്ടോ. ഞാൻ എപ്പോഴും ഡോറ്, കിച്ചണിലുള്ള ഡോറ് ക്ലോസ് ചെയ്യാനാണ്, വിൻഡോയുടെ ഡോറ് എപ്പോഴെങ്കിലും ഓപ്പൺ ചെയ്ത് വെച്ച് പൂച്ച അതിലൂടെ കയറാറുണ്ട്. അപ്പോൾ അങ്ങനെ പൂച്ചയുടെ ചെറിയ കാൽപാദങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതും ഒന്ന് സ്ക്രബ്ബർ വെച്ച് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് സ്കൂളുള്ള ടൈമിൽ അത് കാണുമ്പോൾ പെട്ടെന്ന് സൺഡേ ആയിരിക്കും മൈൻഡിൽ, കാരണം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊന്ന് നമ്മുടെ സിറ്റ് ഔട്ട് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മുഴുവനായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മോപ്പ് വെച്ച് ക്ലീൻ ചെയ്യും. ഇത് സിറ്റ് ഔട്ട് മാത്രമേ ഇപ്പോൾ ഫിനിഷ് ആയിട്ടുള്ളൂ. നമ്മുടെ കിച്ചണിൻ്റെ അവസ്ഥ അതാണ് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ മക്കൾക്ക് ചിക്കൻ ബിരിയാണി വേണമെന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ സൺഡേയിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അവർ ചിക്കൻ ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളത് പ്രിപ്പയർ ചെയ്യാണ് കേട്ടോ. ആ ടൈം നമ്മുടെ കിച്ചണിൻ്റെ അവസ്ഥ അതാണ്. പിന്നെ എനിക്ക് വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. നമ്മളുടെ പഴയ വീടുണ്ട്, ഒരുപാട് വർഷമായി വീട് ഇരുന്നിട്ട്. എന്താ റൂമും ഓഫീസ് ഏരിയ ഒക്കെ പഴയ മോഡലാണ്. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ബിരിയാണി ഉണ്ടാക്കുന്നതൊന്നും ഇതിൽ കാണിക്കണില്ല. എപ്പോഴും നമ്മൾ ബിരിയാണി ഉണ്ടാക്കാറില്ല, അപ്പോൾ അതൊന്നും ഇതിൽ ഞാനിതിൽ കാണിക്കുന്നില്ല. നമ്മൾ വിചാരിക്കും സൺഡേ ടൈമിൽ എവിടെയെങ്കിലും പോവാന്നോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഇരിക്കാനോ അങ്ങനെ വിചാരിക്കും, പക്ഷെ നടക്കാറില്ല. കാരണം ഈ ഡെയിലി പോകുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പണികൾ വീട്ടിലുണ്ടാവും. പിന്നെ മോന് കുറച്ച് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, തൈര്. അങ്ങനെ ബിരിയാണിയൊക്കെ റെഡിയാക്കി. പിന്നെ കർട്ടൻ ഒക്കെ നടക്കാനുണ്ടായിരുന്നു. ഇനി നമുക്ക് നോമ്പും കാര്യങ്ങളൊക്കെ വരില്ല, അപ്പോൾ കർട്ടനൊന്ന് ഫുള്ള് അലക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റൂമിൻ്റെ അവസ്ഥ ആണ് കേട്ടോ. നമ്മൾ അലക്കിയിട്ടുള്ള തുണികൾ വാർഡ്രോബിൽ കയറ്റി വെക്കേണ്ട സംഭവങ്ങളാണ്. ഇവിടെയുള്ള കർട്ടൻ ഞാൻ അഴിച്ചതാണ് കേട്ടോ, നമ്മളുടെ അലക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പഴമക്കാർ പറയുന്നത് പോലെ തന്നെ ഞാൻ വീട്ടിൽ അടുപ്പ് കത്തിക്കാറില്ല. നമ്മൾ സ്കൂളിൽ പോകുന്നത് കൊണ്ട് തന്നെ റൈസ് കുക്കറിലാണ് വെക്കാറ്. അപ്പോൾ പഴമക്കാർ പറയാറുണ്ട് എപ്പോഴെങ്കിലും തീ പുകച്ചിട്ടില്ലെങ്കിൽ ശൈത്താൻ കൂടിയിരിക്കുന്നുള്ളത്.
സത്യമാണോ എന്താണെന്ന് എനിക്കതറിയില്ല. എന്നാലും ഞാൻ സൺഡേ കുറച്ച് പേപ്പറും അങ്ങനെയൊക്കെ ഇട്ടിട്ട് കുറച്ച് തീ വെക്കാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ലിനുവിൻ്റെ ഫ്രണ്ടും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് അവളുടെ ഹെയർ ബാൻഡ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഇത് ഹെയർ ബാൻഡാ ഇടണ്ടെന്നുള്ളത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾ നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അവരൊരു 3 പേരുണ്ട് ഒരുപോലെ ഡ്രസ്സ് ചെയ്യുക. അങ്ങനെ സ്കൂളില്ലാത്ത ടൈമിൽ ഇവർ ഒരുപോലെ ഡ്രസ്സ് ചെയ്ത് മേക്കപ്പൊക്കെ ചെയ്ത് നല്ല വൃത്തിയായിട്ടാണ് കേട്ടോ നടക്കാറ്. അത് കഴിഞ്ഞ് 2 പേരും കൂടെ ഭക്ഷണം കഴിക്കാനിരുന്നിട്ടുണ്ട്. നമ്മളുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവരിരുന്ന് കഴിക്കുകയാണ്. പിന്നെ എൻ്റെ വീട്ടിലെ പ്ലാവിൻ്റെ വിശേഷം ഇതാണ് കേട്ടോ. ഞാനിതിന് മുൻപ് കാണിച്ചിട്ടുണ്ടായിരുന്നു വെടിയുടെ തൈകളിൽ കായ് പിടിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പം ഏകദേശം ഒരു സൈസിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ഇടിച്ചക്ക പരുവങ്ങളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിലേക്കും ബൈ.